ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാമെന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും, അല്ലാതെ അറിയാൻ പറ്റത്തില്ല. നമ്മൾ മറ്റേ ഒരു സിനിമയിൽ ശ്രീനിവാസന്റെ ഒരു കഥാപാത്രം പറയുന്ന മറുപടിയാണ് ഓർമ്മ വന്നത്. നമ്മൾ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഡോക്ടർമാർ പറയുന്ന വിശ്വസിക്കുക മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. ആക്ച്വലി പലരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു. ഇത് സാമ്പത്തികം ഒരു വലിയ ഘടകമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഡോക്ടേഴ്സും നഴ്സുമാരെയൊക്കെ നമ്മളെ കാണുന്നത്, നമ്മൾ അവരെ കാണുന്നത് ഒരു ദൈവത്തിന്റെ ഈ തുല്യരായിട്ടുള്ളവരാണ് അല്ലെ. അപ്പൊ അവര് നമ്മുടെ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുന്നു, നമ്മളെ തൊണ്ട തൊടാതെ വിശ്വസിക്കുന്നു, നമ്മൾ അവർ തരുന്ന മെഡിസിൻ കഴിക്കുന്നു. അതുപോലെ നഴ്സുമാരാണെങ്കിലും എല്ലാ നഴ്സസും ഏഞ്ചലും എന്നല്ല. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലും അല്ലെങ്കിൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും നഴ്സുമാരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ചില ഡോക്ടേഴ്സ് ആണെങ്കിലും അതെ, അവരുടെ വീട്ടിലെ ഫ്രസ്ട്രേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ അത് ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ, ഇറ്റ്സ് നോട്ട് എ ഫോൾട്ട്. ഇപ്പൊ ഈ സ്ത്രീ പറഞ്ഞ മാതിരി 5 കൊല്ലമായി അല്ലെ അവരുടെ വയറ്റിൽ ആ ഒരു സംഭവം കിടന്നിട്ട് അവർ പറയാ, ഇത് ചെറിയൊരു സാധനമാണ്, ഇത് 50 കൊല്ലം കിടന്നാലും കുഴപ്പമില്ല. എന്നാ പിന്നെ ഡോക്ടറിനൊരു കാര്യം ചെയ്യായിരുന്നില്ലേ, അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം എടുത്ത് വയറ്റിലങ്ങ് ഇട്ടിട്ട് നടക്കായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ആവശ്യമില്ലാത്ത ഓപ്പറേഷൻ സംഭവങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സർജിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ താങ്കൾക്കും വയറ്റിലിട്ടുകൊണ്ട് നടന്നൂടെ. ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട്, അതായത് ഒരു പേഷ്യന്റ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ അതിനെ ഇങ്ങനെ വളരെ മിനിമൈസ് ചെയ്ത് ഞാനല്ല ഓപ്പറേഷൻ ചെയ്തത്, അതെനിക്ക് ഉറപ്പാണ്, അത് അവരുടെ തെറ്റാണ് ഇവരുടെ തെറ്റാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ തലക്കിടുന്നു. ഇങ്ങനെയാണോ ഒരു എത്തിക്സ് ഉള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ ബിഹേവ് ചെയ്യേണ്ട രീതി? അവരെന്തൊരു സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് ഇവര് തന്നെ പറഞ്ഞ കേട്ടില്ലേ, ലൈക്ക് നിനക്ക് മാത്രം എന്താ ഇത്ര വേദന, അവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല, ബ്ലീഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ പെണ്ണുപിള്ള പറയണ എന്താണ്, ലൈക്ക് അത് യൂറിനറി ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ്, ഇതിനു മുമ്പ് അവർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അവരുടെ ആയിരിക്കില്ലേ, ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാറില്ല. അപ്പം എനിക്ക് തോന്നി ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മളൊക്കെ എന്ത് വിശ്വാസത്തിലാണ് ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവുക. പലരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പറയുന്നത് പൈസ കുറവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഡോക്ടേഴ്സ് അവരുടേതായ ഒരു എത്തിക്സ്, അവരുടേതായ ഒരു ആത്മാർത്ഥത പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പല പേഷ്യൻസും ബ്രെയിൻ ഡെത്ത് ആയിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പല സംഭവങ്ങളും സംഭവിച്ചിട്ട് അതിനെ മിനിമൈസ് ചെയ്ത് സംസാരിക്കും. ഇത് ഇപ്പോഴെങ്കിലും അറിയാൻ സാധിച്ചത് ഭാഗ്യം തന്നെ പറയാനുള്ളൂ. അപ്പോൾ അതിന് കർശനമായ നടപടി തന്നെ എടുക്കണം. ഇതേപോലെ ഭയങ്കര നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്ന ചെറിയൊരു സംഭവം, എനിക്കിത് പറയാനായിട്ടാ, ചെറിയൊരു സംഭവം അത് ഇത്ര വലിയ വിഷയമൊന്നുമില്ല. 50 കൊല്ലം വയറ്റിൽ കിടന്നാലും പ്രശ്നമൊന്നുമില്ല. ഒരു ഡോക്ടർ പറയണ വർത്താനാ, മനസ്സിലായോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ഡോക്ടേഴ്സും എല്ലാ നഴ്സുമാരും ലൈക്ക് അങ്ങനെ അങ്ങോട്ടും മാലാഖയുടെ പതക്കം നിറഞ്ഞവരൊന്നുമല്ല. ചില ഡോക്ടേഴ്സും അല്ലെങ്കിൽ ചില നഴ്സുമാരൊക്കെ ഭയങ്കര റോങ് ആയിട്ടാണ് സംസാരിക്കുക, അല്ലെങ്കിൽ അവർ ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതി. ഞാനും ഈവൻ പല സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സിനോടും അല്ലെങ്കിൽ നഴ്സുമാരോടും തന്നെ ഞാൻ റോങ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ അവരിങ്ങനെ ലാഗാക്കി പോവും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതി അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി. ചില ഡോക്ടേഴ്സ് ആണെങ്കിലും ലൈക്ക് എനിക്ക് തന്നെ ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മെഡിസിന്റെ കാര്യത്തിലാണെങ്കിലും അതങ്ങനെ വരുന്നു ശ്രദ്ധിച്ചില്ല. വലിയൊരു ഇതിലേക്കല്ല, ഇപ്പൊ മെഡിസിന്റെ കാര്യത്തിലാണെങ്കിലും അവരത് നോക്കേണ്ടതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പൊ നമ്മൾക്ക് ചില ആന്റിബയോട്ടിക്സ് തരുമ്പോൾ ചിലപ്പോൾ അത് ചിലവർക്ക് ആസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അത് ഡോക്ടറിന് അറിയാമെങ്കിൽ അത്യാവശ്യം നമ്മൾ ഡോക്ടറോട് പറയണം, നമ്മൾ ലൈക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ രണ്ടാമത് പോയിട്ട് ഇതിന് ഗ്യാസിന്റെ പ്രശ്നം ഓൾറെഡി ഉള്ളതാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ വരുന്നു ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ പരമാവധി കാക്കുക, ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷൻ വരാതിരിക്കാൻ നോക്കുക, ഹെൽത്ത് ശ്രദ്ധിക്കുക. അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവര് ഡോക്ടേഴ്സാണ്, അവരുടെ ടോക്കും അവരുടെ ലാംഗ്വേജ് ഒന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ സജസ്റ്റ് യു ഗൈസ്, എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് വളരെ നല്ലതാണ്, മനസ്സിലായോ? കാരണം പെട്ടെന്ന് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ട അവർ പറയുമ്പോൾ അത് അങ്ങോട്ട് ചെയ്യാതെ ഒന്ന് ആലോചിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ ഇവരുടെ വർത്താനം കേട്ടില്ലേ, ചെറിയൊരു സാധനം 50 കൊല്ലം വയറ്റിൽ കിടന്നാലും പ്രശ്നമില്ലാന്ന്. ഇവരുടെ കുടുംബക്കാരുടെ വയറ്റിൽ ഈ സാധനം കിടന്നാൽ ഇങ്ങനെ ഇവര് ഇത് അക്സെപ്റ്റ് ചെയ്യോ?